ഹലോ. അപ്പോൾ നമുക്ക് ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാലോ? ദേണ്ട ബീഫിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും ഇട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു. അപ്പോഴത്തേന് പിന്നെ നമ്മുടെ ചീനിച്ചട്ടി ചൂടായപ്പോഴത്തേന് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുവാണേ. ഇത് നല്ല ഉണക്ക തേങ്ങയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മൂത്ത് വരികയും ചെയ്തു. അങ്ങനെ അത് മൂത്തത് മാറ്റിയതിന് ശേഷം അതിലോട്ട് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുവാണ്. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേന് നമ്മൾ നമ്മുടെ ചെറുതായിട്ടരിഞ്ഞ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടരിഞ്ഞ ഉള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേനും നമ്മൾ അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിലോട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുവാണ്. ഇതിനകത്ത് എരിവുള്ള മുളക് പൊടിയുണ്ട്, കാശ്മീരി ഉണ്ട്. കാണുന്നത് പോലെയല്ല, നല്ല കളറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ നല്ല പച്ചമണം മാറി നന്നായിട്ട് പൊടിയിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുവാണ്. അത് മൂത്ത് വന്നപ്പോഴത്തേനും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്തില്ലേ അതും കൂടി ഇട്ട് ഒന്ന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഫ് അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഈ പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് ബീഫിൽ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഈ പൊടിയും ബീഫും ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുവാണ്. അതിലോട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്ന് വേവണമല്ലോ. ബീഫ് വെന്തിട്ടുണ്ട് എങ്കിൽ ഈ പൊടിയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കുവാണ്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചപ്പോഴത്തേനും നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.